ഈശ്വര എന്താണ് നമ്മളപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും ഇതിലും വലിയ തിരക്കായിരുന്നല്ലോ. അതായത് ഇപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും തിരക്കല്ല, ഒരു രക്ഷയിലിട്ട് ഇവിടെ ഇപ്പോഴും കയറാനായിട്ട് രക്ഷയില്ല. അത്രയ്ക്ക് ഫേമസ് ആയേക്കാണ് ഈ ചായക്കട. നമ്മളുടെ ഈ കൊല്ലംകോട് വൈറലായവിടെ തന്നെ ഈ ചായക്കടയും വൈറലായിട്ട്, നമ്മുടെ ചെല്ലച്ചേട്ടൻ ചായക്കടയും വൈറലായി. നമ്മളപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കയറാൻ ഇതാണ്, പക്ഷേ ഇതിലും വലിയ തിരക്കായിരുന്നു നേരം. പക്ഷേ തിരിച്ച് വന്നപ്പോഴും തിരക്ക് അതേ കൂട്ട് തന്നെ, കയറാനായിട്ട് ഒരു രക്ഷയില്ല. നമ്മളപ്പോൾ ആ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറയാന്നുണ്ടെങ്കിൽ ആ റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാം. കണ്ട ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കാർ തന്നെ വഴി കണ്ട ആ വഴിക്ക് പോയിട്ട് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്ക് പോകാം നമുക്ക്. അതുകൂടാതെ ആ ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കളമുണ്ട്, ഒരു കൃഷികളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കളവും പണ്ടത്തെ നെല്ല് സൂക്ഷിച്ചിരുന്ന സംഭവമൊക്കെ എന്നാണ് പറയണത്. അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ പോണത് ആ വഴിയാണ്. അപ്പം നമ്മൾ ചെല്ലച്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് നമുക്ക് കയറി നോക്കാം. ചെല്ലച്ചേട്ടൻ ഇവിടെ ഉണ്ട്. ചെല്ലച്ചേട്ടനെ പക്ഷെ കാണാനൊന്നും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അതേ ചെല്ലച്ചേട്ടനായിട്ടാ നിൽക്കണം. പക്ഷെ ഒന്ന് ചോദിക്കാനൊന്നും പറ്റില്ലെന്ന് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പുള്ളിക്ക് അത്രയ്ക്ക് തിരക്കാണ്, ഒരു രക്ഷയില്ല. ആൾക്കാർ ചായ കുടിക്കാനും പരിപ്പുകൾ തിന്നാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അവിടെ ഉഴുന്നോടെയൊക്കെ സൂപ്പർ ഉഴുന്നോടെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇവിടെ രക്ഷയില്ല. ഇപ്പം 2-3 പണിക്കാരും കൂടി ഉണ്ട് കേട്ടോ. ആദ്യം പുള്ളി മാത്രം ഉണ്ടായിരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 2-3 പണിക്കാരും കൂടി ഉണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നേരം വൈകിയത് ഒരു ചായ മാത്രം കുടിച്ചുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ ഈ കൊല്ലംകോട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാത്തിലും ഉണ്ടാകും ഇന്ന് ചെല്ലച്ചേട്ടൻ്റെ ചായക്കട. ചെല്ലച്ചേട്ടൻ്റെ ചായക്കടയിൽ സാധാരണ തിരക്കൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കുക, റിലാക്സ് ചെയ്തിരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് ആ പരിപ്പോടെയൊക്കെ കഴിച്ചൊക്കെ പോകാമെന്ന് കരുതിയാണ് കയറിയത്. പക്ഷേ രക്ഷയില്ല, വലിയ തിരക്കായി പോയി. ചെല്ലച്ചേട്ടൻ ഭയങ്കര വൈറലായിപ്പോയി. അവിടെ നമ്മൾ അധികം നേരം ഇരുന്ന് സമയം കളഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. അപ്പോൾ ഉള്ള നേരം നമ്മൾ കളപ്പുരയിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ആ കളപ്പുരയിൽ എനിക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ഇവിടെ പപ്പായ കൃഷിയൊക്കെ കാണുന്നുണ്ട്. പപ്പായ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കാറ്റാണ്. കാറ്റിന് ഒടിഞ്ഞ് കിടക്കുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത്. ഒടിഞ്ഞ് കിടക്കുന്നതാണോ അതോ വിളവെടുപ്പ് കഴിഞ്ഞാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് ആ നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടങ്ങൾ, ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ അതേപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ മലനിരകളിൽ. അപ്പോൾ ഇവിടെ ഇരുവശങ്ങളിലും, ഒരു വശത്ത് നെൽകൃഷിയും ഒരു വശത്ത് പപ്പായ കൃഷിയുമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പപ്പായ കൃഷിയുടെ അടുത്ത് തന്നെ ആയിട്ടൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡേഞ്ചർ എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് 2 കമ്പികളും വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ. വേലി പോലെ 2 കമ്പികളും വലിച്ചിട്ടുണ്ട്. കാരണം അതിനകത്ത് ചിലപ്പോൾ ഇലക്ട്രിക്കിൻ്റെ കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഡേഞ്ചർ എന്നും പറഞ്ഞു. ഇതാണ്ടപ്പോൾ ആ കളപ്പുര എന്ന് വെച്ചാൽ ആ വ്യൂ നോക്കിയേ, അതിൻ്റെ പുറകിലത്തെ കാഴ്ച നോക്കിയേ. ആ മലനിരകളുടെ നേരെ താഴെ തന്നെയാണ് ഈ കളപ്പുര. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ പുറകിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കുള്ളൂ. അത് നോക്കിയാൽ അപ്പോൾ ഇവിടെ ഒരു ഭക്ഷണശാലയുണ്ട് കേട്ടോ. നമുക്കിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ ഞങ്ങളപ്പോൾ ഒരു 2 മണി 2:30 ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ എത്തിയിട്ട് അങ്ങനെ ഞങ്ങളപ്പോൾ ആ ഭക്ഷണശാലയിലേക്കൊന്ന് കയറിയാണ്. കഴിഞ്ഞാൽ ഇവിടെ ചോറാണ് ഉള്ളത്. ചോറുണ്ട് ഉച്ചക്ക്, പിന്നെ സാമ്പാറും അത്യാവശ്യം 2-3 കറികളൊക്കെ ഉണ്ട്. 70 രൂപയാണ് ഈ ചോറിന്. ഇവിടുത്തെ സാധാ ചോറിന് 70 രൂപയാണ്. അതിൽ മീൻ വറുത്തതൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോഴേക്കും മീൻ വറുത്തതൊക്കെ കഴിഞ്ഞ് ഈ കളപ്പുരക്കടുത്തുള്ള ഈ ഓലമേഞ്ഞ ഷെഡിലാണ് ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഇവിടെ തന്നെയാണെന്നാണ് കേട്ടോ തോന്നുന്നത് ഈ ഭക്ഷണശാല. ഇവർ തന്നെയാണ് നടത്തുന്നത്. ആദ്യമൊന്നും ഇതേപോലെ ഭക്ഷണമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യം കപ്പയും അങ്ങനെയുള്ള ഭക്ഷണം, കപ്പയും കട്ടൻ ചായയൊക്കെയാണ് ഇവിടെ കൊടുത്തിരുന്നത്. ചെറുതായിട്ടാണ് അങ്ങനെ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലാണ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ഉച്ചഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. 2 വീലറിന് ഒരു 10 രൂപയായിട്ട് ഇവർ നമ്മുടെ ഇന്ന് ചാർജ് വാങ്ങിച്ചത്. കാറിന് ഏകദേശം ഒരു 10 രൂപ 20 രൂപയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ കളപ്പുരയുടെ പുറകിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വ്യൂ വേണ്ട. ഇത് വേണ്ട, എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ എന്ന് പറഞ്ഞാൽ ആ കൃഷിയും ആ മലനിരകളും ആ വെള്ളച്ചാട്ടങ്ങളും എല്ലാം തന്നെ ഒറ്റ ഫ്രെയിമിലാട്ട നമുക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലംകോട് മാത്രമുള്ളതെന്നാണ് പറയുന്നത് ഇതേപോലത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വ്യൂ. പ്രത്യേക രീതിയിൽ എന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം നെൽകൃഷിയുണ്ട്, അതിനിടയിൽ മാവിൻ തോട്ടങ്ങളുണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്. അതുകൂടാതെ തന്നെ ആ മലഞ്ചെരിവിലുള്ള ഈ പ്രത്യേക രീതിയിലുള്ള ഈ കൃഷിരീതിയും എല്ലാം തന്നെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.
വലിയൊരു പാറക്കെട്ടിന് മേലെയായിട്ടാണ് ഈ കളപ്പുര കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഓട് മേഞ്ഞിട്ടുള്ള ഈ കളപ്പുരക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് കാണുന്നത് നെല്ല് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചാക്കിലൊക്കെ നെല്ലാണ് ഇരിക്കുന്നത്. അതേകൂട്ട് തന്നെ കുറേ മുറങ്ങളും കൊട്ടകളും കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കൊട്ടകളും മുറങ്ങളൊക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് ഈ കളപ്പുര എന്ന് പറയുന്നത്. തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ ഈ കാഴ്ചകൾ കാണാനും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ എത്താനായിട്ട്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ പാടത്തേക്ക് ഇറങ്ങാനോ അതേപോലെ തന്നെ ഈ കൃഷി നശിപ്പിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ പ്ലാസ്റ്റിക്കുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപേക്ഷിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. കാരണം ഇവിടെയുള്ള ജനങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കർഷകരാണ് ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും. കൃഷിയും കന്നുകാലികൾ വളർത്തലൊക്കെ ആയിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു യാതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത രീതിയിൽ ഈ കാഴ്ചകളെ കണ്ട് പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ട്ടോ. നമ്മൾ ഈ കൊല്ലങ്കോട്ടേക്ക് വന്നിട്ട് ആ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലെ വിശേഷങ്ങളും, ചായക്കട വൈറലായ ചായക്കടയും അതേപോലെ തന്നെ അവിടെ നിന്ന് നേരേക്ക് പോകുന്നത് നമ്മൾ ഈ കളപ്പുരയിലേക്കാണ്. ഈ കളപ്പുരയിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അടുത്ത സ്ഥലത്തേക്കാണ് ട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ട്ടോ. അടുത്ത സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.